പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ വൈകുന്ന പലരിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ദഹന പ്രശ്നമാണ് സിബോ എന്ന് വിളിക്കുന്ന സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. എന്താണ് ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ വൻകുടലിൽ ധാരാളമായിട്ടുണ്ടാകുന്ന ബാക്ടീരിയകൾ പലതും പല കാരണങ്ങൾ കൊണ്ട് മുകളിലേക്ക് കയറി ചെറുകുടലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ലോഡ്ജ് ചെയ്യുന്നതാണ് ഈ സിബോ എന്ന് പറയുന്ന പ്രശ്നത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ ചെറുകുടലിൻ്റെ ചലനത്തിൽ വരുന്ന കുറവ് കൊണ്ട് വരാം, ചലനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് വരാം, അല്ലെങ്കിൽ പ്രമേഹം പോലെയുള്ളവയുടെ കോംപ്ലിക്കേഷൻസ് കൊണ്ടോ, അല്ലെങ്കിൽ ചില മരുന്നുകൾ പ്രധാനമായിട്ടും നെഞ്ചരിച്ചിലിന് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ കാലങ്ങളോളം വഹിക്കുന്ന ആൻറ്റാസിഡുകളൊക്കെ ഇതിനൊരു കാരണമായിട്ട് മാറാം. കുടലിലെ ഒബ്സ്ട്രക്ഷൻസ് ചില അതുപോലെ ഡൈവർട്ടിക്കുല എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില പ്രശ്നങ്ങളുള്ളവർക്കും ഇതുപോലെ സംഭവിക്കാം. പക്ഷേ മഹാഭൂരിഭാഗം ആൾക്കാരിലും ഇത് സംഭവിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡിറ്റി കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. പ്രധാനമായിട്ടുണ്ടാവുക വയറ് വീർക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ വയറിൻ്റെ മധ്യഭാഗം ഒരു കല്ല് കെട്ടിവെച്ച പോലെ വീർത്ത് വരിക. ചിലർക്കെങ്കിലും ഏമ്പക്കോ കിഴിവായു പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലർക്കെങ്കിലും വയറുവേദന പ്രത്യേകിച്ച് ചില ഏരിയകളിലായിട്ട് വയറിൻ്റെ ചില ഏരിയകളിലായിട്ട് കാണാറുണ്ട്. മലബന്ധവും വയറിളക്കവും ഒക്കെ ചിലപ്പോൾ മാറി മാറി വരുന്നതും ചിലർക്കുണ്ടാകും. ചിലർക്ക് ഡയറിയ മാത്രമാണ് ഉണ്ടാവുക. വൈറ്റാമിൻ B12 അബ്സോർപ്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ ഇത് കാലക്രമേണ ക്ഷീണത്തിലേക്ക്, അതികഠിനമായ ക്ഷീണത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ വളർച്ച, അനീമിയ ഉണ്ടാക്കാനുള്ളൊരു പ്രധാന കാരണമായിട്ട് ഇത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് മാറ്റാൻ വേണ്ടി കഴിയുക? നമ്മൾ ഏറ്റവും ആദ്യം തന്നെ റീസ്റ്റോർ ചെയ്യുക, ആസിഡിറ്റി റീസ്റ്റോർ ചെയ്യുക. ആസിഡ് കുറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾ സ്റ്റൊമക്ക് ആസിഡ് വർദ്ധിക്കാനുള്ള രീതിയിലുള്ള ചികിത്സയിലേക്ക് പോവുക. ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുക വഴി ഇതൊക്കെ സാധ്യമാണ്. അതേപോലെ തന്നെ പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗം, ശരിയായ രീതിയിലുള്ള ഉപയോഗമാണ് ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലരും പ്രോബയോട്ടിക്കുകൾ കഴിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ചെറുകുടലിലെ ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രം തന്നെ പ്രോബയോട്ടിക്കുകൾ ഇതിനകത്ത് ഒരു പ്രത്യേക കാലയളവിലേക്ക് മാത്രമായിട്ട് ഉപയോഗപ്പെടുത്താം. നോർമലി ബ്രത്ത് ടെസ്റ്റ് ചെയ്യുക വഴിയാണ് നമ്മൾ ഈ പറയുന്ന സിബോ ആണോ ഒരു വ്യക്തിക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യകാലത്ത് തന്നെ കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് സിബോ എന്ന് പറയുന്ന സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്.